ഇവിടെ എന്തൊക്കെ പാടിസുമല്ലേ. ഞാൻ എൻ്റെ ഒരു 2-3 വീഡിയോക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സ്കൂൾ ലൈഫിൻ്റെ ഒരു സംഭവം പറഞ്ഞു. ഒരു മമ്മൂക്കയുടെ ഉള്ള ഒരിഷ്ടം എങ്ങനെയെന്ന് അതിൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നു. ഒരു രസകരമായൊരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ മമ്മൂക്കയെ കണ്ടുമുട്ടിയതിൻ്റെ ഒരു കഥയും കൂടി നിങ്ങളോട് ഒരു ഷെയർ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ആ കാര്യം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കാരണം ഒരുപാട് രസമുണ്ടോ വെച്ചാൽ നിങ്ങളെ തീരുമാനിക്കേണ്ട സംഭവം. ഒരു കഥ പറയാം, കഥയല്ല, നടന്ന സംഭവം. പക്ഷേ അതിന് മുമ്പ് ഞാനിന്ന് യൂട്യൂബ് തുറന്നപ്പോൾ നമ്മുടെ അഭിലാഷ മൂവി അതിൽ കൽബിനകമേ എന്നുള്ള ആ സോങ്ങിൽ 2-3 ലൈന് ഒരുപാട് ഷോർട്ടിൽ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ പാട്ടുകാരൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ജസ്റ്റ് ഒന്ന് പാടാം ഞാൻ. കാരണം എനിക്ക് എന്തോ ഒരു കാരണം എനിക്കൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കുക. മോശമാണ്, നിങ്ങൾ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ പറയാൻ പറ്റും. കാരണം നമ്മൾ ഇതിനു മുമ്പ് പാട്ട് പാടിയിട്ടില്ല. എന്നാലും ജസ്റ്റ് തോന്നിയപ്പോൾ പാട്ട് കേട്ടോ. മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്നു സംസം. മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്നു സംസം. അപ്പോൾ ഈ 2 ലൈന് ഒരുപാട് എനിക്ക് ഇഷ്ടമായിട്ടോ അത് കേട്ടപ്പോൾ. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഏതൊരു വീഡിയോയിൽ നിങ്ങളത് ജസ്റ്റ് കേൾപ്പിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതും പാടില്ല, വേറെ ഒന്നുമല്ല. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ എന്താ വെച്ചാൽ, ഞാനിങ്ങനെ മമ്മൂക്കയെ എങ്ങനെ കണ്ടു, മമ്മൂക്കയായിട്ടുള്ള ബന്ധം. ഞാനൊരു കട്ട മമ്മൂക്ക ഫാൻ നിങ്ങളോട് ഇതിന് മുമ്പ് പറഞ്ഞിരിക്കണം. അപ്പോൾ മമ്മൂക്കയെ കണ്ടുമുട്ടിയൊരു സിറ്റുവേഷനും. കാരണം ഞാൻ ഒരുപാട് മമ്മൂക്ക സിനിമകൾ കാണാറുണ്ട്. മമ്മൂക്ക ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ള നായകന്മാരെക്കാൾ എനിക്ക് കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്ത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ സിനിമകളും മമ്മൂക്കയുടെ ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും കൂടി ഒരുപാട് നമ്മളെ എന്താ പറയുക, ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു നല്ലൊരു ഫാമിലി മാനാണ്. കാരണം നല്ലപോലെ സിനിമ മാത്രമല്ല, അത് നല്ലൊരു ഫാമിലി മാനാണ്. നല്ലൊരു അദ്ദേഹത്തിൻ്റെ മതപരമായ കാര്യങ്ങൾ അദ്ദേഹം അതിൽ ലെവലിൽ പോകുന്നുണ്ട്. മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെതായ രീതിയിലാണ് പോകുന്ന ആൾ. പിന്നെ ഒരുപാട് പേരെ സഹായിക്കേണ്ട ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ. ഒരുപാട് ശസ്ത്രക്രിയകൾക്കുള്ളത്, ഒരുപാട് കാഴ്ചയുടെ ഇതിനുള്ളത്, അങ്ങനെ മറ്റുള്ള കാര്യം ഒരുപാട് നമ്മൾ അറിഞ്ഞതും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട്. പിന്നെ എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും കൂടി നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്ത കാര്യമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് മമ്മൂക്കയായിട്ട് കാണാൻ ഇടയാകാൻ ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ നാട്ടിൽ അറിയാനല്ല, എൻ്റെ നാട്ടിലല്ല, എടപ്പാൾ എൻ്റെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, എന്നാലും നമ്മുടെ ജില്ലയിലാണ് എടപ്പാൾ. ഈ എടപ്പാളിൽ വെച്ചിട്ട് നമ്മുടെ MLA KT ജലീൽ സാഹിബിൻ്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. ഒരുപാട് മുമ്പേട്ടോ, ഈ അടുത്തുനിന്ന് ഒരുപാട് മുമ്പേ. അപ്പോൾ അന്ന് നമ്മുടെ മമ്മൂക്കയുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന് ഞാനതൊക്കെ അന്ന് മമ്മൂക്ക ഫാൻസിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാൻസുകാരെ വിളിച്ച്, മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഫാൻസുകാരെയും വിളിച്ചിങ്ങനെ മമ്മൂക്ക ചീഫ് ഗസ്റ്റാണ്, അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രോബ്ലം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഇതിനൊക്കെ ഒരു നല്ല രീതിയിൽ നമ്മളൊരു ഇത് അറിയിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം സഹകരിക്കണം എന്നിട്ട് അപ്പോൾ നമ്മുടെ ഫാൻസുകാരോടൊക്കെ പറഞ്ഞു, നമ്മളൊരു ഗ്രൂപ്പിലുള്ളവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് ചില വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഈ എടപ്പാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ സംഭവം ഉണ്ടായത്. അതിന് ശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എവിടെ വെച്ചാൽ, നമ്മുടെ എന്താ പറയുക, എബ്രഹാമിൻ്റെ സന്തതികൾ സിനിമ. ഈ സിനിമ വിജയിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ നടന്നിരുന്നു. അന്ന് ഞങ്ങൾക്കൊക്കെ ക്ഷണമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് പോയി. കാരണം അദ്ദേഹത്തൊന്ന് കാണാൻ, കാരണം അന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തൊന്ന് നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവൊക്കെ അടിക്കും, കുഴപ്പമില്ല. എന്നാലും നമ്മളൊരു ആഗ്രഹം കേട്ടോ. കാരണം നമ്മൾ ഒരാളെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിച്ച് അങ്ങനെ ഞങ്ങളൊരു 4-5 ആൾക്കാർ കൂടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി. അന്ന് അദ്ദേഹം വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു 4 മണി ആ ടൈമിൽ അവിടെ എത്തി. ഞങ്ങളവിടെ കുറച്ച് അങ്ങനെയൊക്കെ കറങ്ങിയിട്ട് അപ്പം നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ കേട്ടോ. ഒരുപാട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കണം. അതിൻ്റെ മുകളിലുള്ള ഫ്ലോറിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് അതിലുള്ള അഭിനയിച്ച ഒരുപാട് സ്റ്റാർസ് വന്നിരുന്നു. കനിഹ, അതുപോലെ ഇതിലെ ആൻസൺ പോള്, പിന്നെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ഗോപി സുന്ദർ, അതിൻ്റെ
പ്രൊഡ്യൂസർ ജോബി ചേട്ടൻ നമ്മൾ നല്ല സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ എന്ന് മാത്രമല്ല, ഞാനൊക്കെ ഒരു കമൻറ്റ് ഒരു മെസ്സേജ് അയച്ചാൽ അദ്ദേഹം അത്ര പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ. കാരണം ഒരു നല്ല ഒരു സൗഹൃദം അദ്ദേഹത്തോട് ഒരുപാടല്ലെങ്കിൽ കൂടി അദ്ദേഹത്തോട് ഇപ്പോഴും എനിക്കൊരു ജോബി ചേട്ടാ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കാണുന്ന പറഞ്ഞാൽ അദ്ദേഹം കണ്ടിട്ട് അതിന് റിപ്ലൈ കമൻറ്റൊക്കെ തരും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസർമാരും സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാത്ത നമ്മളൊരു സാധാരണക്കാരൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. ഒരുപാട് നമ്മളെ ഫാൻസിനെ നല്ല സപ്പോർട്ടുള്ള വ്യക്തി. അങ്ങനെ 2-3 പ്രൊഡ്യൂസർമാരുണ്ട്. അതിലൊരു പ്രൊഡ്യൂസറാണ് നമ്മുടെ ജോബി ചേട്ടൻ. അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ഷാജി പാടൂർ ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ദി ഗ്രേറ്റ് ഫാദറിൻ്റെ ഡയറക്ടർ ഹനീഫ് അദ്ദേനി, അതായത് ഇന്നത്തെ മാർക്കോയുടെ ഡയറക്ടർ ഹനീഫ് അദ്ദേനി എന്നും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഷാജി പാടൂർ ഫസ്റ്റായിട്ട് സംവിധാനം ചെയ്യുന്നൊരു മൂവി കൂടെ എനിക്ക് ഒരുപാട് കാലം സഹസംവിധായകനായിട്ട് അന്ന് സംവിധാന നിരയിലേക്ക് വരാനുള്ളൊരു മമ്മൂക്കയുടെ പ്രചോദനം കൊണ്ട് വന്നൊരു പക്ഷേ ഒരു 1.5 പടയും കിട്ടും. ഒരാൾ നെഗറ്റീവ് പറയാത്തൊരു അടിപൊളി അതിൻ്റെ സക്സസ് സെലിബ്രേഷനാണ് ഹൈലൈറ്റ് മാൾ. അന്ന് മമ്മൂക്കയെ കണ്ട്. കാരണം ഒരു നല്ല 6 അടി പൊക്കത്തിൽ നല്ല വെളുത്ത ആപ്പിളിൻ്റെ ഒരു മുഖമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രത്യേക ഓറയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ക്യാറ്റ്സും അതിന് ബൗൺസേഴ്സൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തെ മാത്രമാണ്. കാരണം ഇങ്ങനെ ഒരു വ്യക്തി നമ്മൾ സിനിമയിൽ മാത്രം കണ്ട ഒരു വ്യക്തിയെ, സിനിമയിൽ ആ സ്ക്രീനിൽ മാത്രം കണ്ട വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അങ്ങനെ ഞാൻ അന്ന് ഫസ്റ്റ് കണ്ട്. കാരണം ഇതിപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൈയകലത്തിലാണ് അദ്ദേഹം ഈ ഫംഗ്ഷനിൽ കയറി പോകണം. അന്ന് ഞാൻ അന്തം വിട്ട് വണ്ടറടിച്ച് നിന്നിട്ടോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡയലോഗൊക്കെ കേട്ട് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകളായിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ ജസ്റ്റ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അദ്ദേഹം ഒരു 1.5-3 മണിക്കൂർ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് അദ്ദേഹം പോയിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ ഉണ്ട ലൊക്കേഷനിലാട്ടോ. ഉണ്ട ലൊക്കേഷനിൽ ഞാൻ ഉണ്ട ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത്. അത് ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫാൻസിലുള്ള നമ്മളെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്ക് മമ്മൂക്കയെ കാണാനും അദ്ദേഹത്തോടൊരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പോരുണ്ടെങ്കിൽ പോന്നോളി പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ചാൻസ് ഇട്ടില്ല. കാരണം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, മൂപ്പരാളെ കണ്ടിട്ടുള്ളൂ, മമ്മൂട്ടി എന്ന വ്യക്തി നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തോട് കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടൊന്നുമില്ല. ഒരു ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഇതിൽ ചിലപ്പോൾ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. എന്തിരുന്നാലും അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷെ അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവും, അവർ പുറത്ത് പറയില്ല എന്നുള്ളൂ. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ എന്നും എവിടെയും പറയും. അങ്ങനെ ആഗ്രഹത്തിൽ ഞാൻ രാത്രി 10 മണിക്കാണ് ഈ ന്യൂസ് കേൾക്കണത്, എങ്ങനെ പോവാന്നുള്ളത്, എന്ത് ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഷോപ്പൊക്കെ അടച്ച് നേരെ, അപ്പോൾ ഞാൻ ഷോപ്പിൽ നിൽക്കും. ഷോപ്പൊക്കെ അടച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മൂപ്പരാളെ കാണാൻ ഉണ്ട്, അപ്പോൾ പോകണം. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ തീരെ താല്പര്യമില്ല. എന്നാലും എനിക്ക് ഒരുപാട് താല്പര്യമുള്ള സംഭവമല്ലേ. ഞാനും പറഞ്ഞു ഞാൻ പോവും, എനിക്ക് പോകണം എന്ന് പറയും. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 10 ആൾ തികച്ചില്ല, എന്നാലും 8 ആൾ 9 ആളുണ്ട്. ഞങ്ങളങ്ങനെ ലൊക്കേഷൻ എവിടെ വെച്ചാൽ ഉണ്ടയുടെ ലൊക്കേഷൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് അതിൻ്റെ ലൊക്കേഷൻ. അത് നിങ്ങൾക്ക് ഒരു വനത്തിൻ്റെ ആ ഏരിയയിലൊക്കെ ആയിട്ട് എൻ്റെ ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചാൾക്കാർ രാത്രി 11:30 ഞങ്ങൾ പോയി. 11:30 പോയി ഞങ്ങളൊരു 6 മണി ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ കാഞ്ഞങ്ങാട് എത്തി. അവിടെ ഒരു റിസോർട്ടിൽ നിന്നിട്ട് അദ്ദേഹം സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ല ഓൾ ഫാൻസ് അവിടെ സന്നിധരായിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. നോക്കിയപ്പോൾ ഒരു സംഖ്യ മലപ്പുറം ജില്ലയത്തെ എല്ലാ ഫാൻസ് മെമ്പേഴ്സും ആദ്യം തന്നെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ എത്തിക്കണ്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ റിസോർട്ടിൽ പോയിട്ട് അപ്പോൾ അദ്ദേഹം നിൽക്കണ ഇതിൽ ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടില്ല, അന്ന് ഹൈലൈറ്റ് മാളിൽ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ട് ഒരു ആപ്പിളിൻ്റെ മുഖം. നമ്മൾ വെറുതെ പറയല്ല, കാരണം ഒരു മുഖമൊക്കെ ഞങ്ങൾ തുടുത്തിട്ട് ഒരു മേക്കപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ, മേക്കപ്പൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ നല്ല തുടുത്തൊരു നല്ല മുഖം, നല്ലൊരു
പുള്ളി ഷർട്ടും ഇട്ടിട്ട് നല്ലൊരു വെള്ള ഒരു ചെറിയ ലൈനുള്ള കരയുള്ള ഒരു തുണിയൊക്കെ എടുത്തിട്ട് നല്ലൊരു സുന്ദരം നല്ല 6 അടി പൊക്കത്തിലൊരു മനുഷ്യൻ ഇങ്ങനെ വന്നിങ്ങനെ നമ്മളൊക്കെ എന്താ പറയുക അന്നിങ്ങനെ നിന്ന് അടുത്തുനിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഒരിക്കൽ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട് ശീലിച്ച ആ വ്യക്തിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അന്ന് നമ്മൾ വെറും കളിയാക്കും, ഒരുപാട് കളിയാക്കും, ഇന്നും ചിലപ്പം കളിയാക്കാറൊക്കെ ഉണ്ട്, അന്ന് കളിയാക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട്, അതായത് ഈ മമ്മൂക്കയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് അല്ല ഇത് എഡിറ്റാണോ ഇത് സംഭവം ഉള്ളതാണ് ഒരുപാട്. കാരണം അതിന് ശേഷം അതെന്തോ പത്രത്തിലൊക്കെ അതിൻ്റെ ഒരു ഇത് നമ്മൾ ഈ ഫോട്ടോസിൻ്റെ ഇതൊക്കെ ഒരു ആർട്ടിക്കിളായിട്ടൊക്കെ എന്തോ വന്നു എന്ന് പറയും കറക്റ്റ് അങ്ങനെയൊക്കെ ഒരു എൻ്റെ ശ്രദ്ധയിൽ ഫേസ്ബുക്കിൽ ഞാൻ എന്തിലാണോ ഒന്നിൽ വന്നിക്കണ്. അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ളവർ അറിഞ്ഞത്. കാരണം മൂപ്പരാളെ കാണാനൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ ഇത് നമ്മൾ വെറുതെ നടക്കാമെന്നുള്ളൂ. പക്ഷേ നമ്മളന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്തോ ഒരു സംഭവമായി. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഷൈലോക്കിൻ്റെ ലൊക്കേഷൻ പോയി. അന്ന് പുള്ളിയെ അധികം കാണാൻ പറ്റില്ല, എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് ലൊക്കേഷനിൽ കയറി. പക്ഷെ അന്ന് ഫോട്ടോ എടുക്കാനും പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തോട് കൂടി നമുക്ക് മറക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തോട് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് തലക്കനാണ്, അഹങ്കാരമാണ്, അദ്ദേഹം ഒരാളെ കണ്ടാവും, അതൊക്കെ വെറുതെ. കാരണം ഇപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും നമുക്കൊരു പറ്റാത്തൊരു സംഭവം കണ്ടാൽ നമ്മളതിനെ റിയാക്ട് ചെയ്യും. ചില ആളുകൾ അതിനെ റിയാക്ട് ചെയ്യും, ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുകയുള്ളൂ. അതവരെ നല്ല സ്വഭാവമാകും, ചിലപ്പോൾ മോശ സ്വഭാവം. പക്ഷേ നമ്മൾ പ്രതികരിക്കുന്നവർ എല്ലാം മോശക്കാരാണ്, അവർ എന്താ പറയുക അതങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളാണ് അവർ ഉയർത്തി, അതൊന്നും ഒരു ഇതല്ല. കാരണം നമ്മളൊരു പച്ചയായ മനുഷ്യനാണ്, നമുക്ക് പല വികാരങ്ങൾ, നമുക്ക് ദേഷ്യം വരും, സ്നേഹം വരും, ഇഷ്ടം വരും, എല്ലാം വരും. അപ്പോൾ നമ്മളതിന് എന്താ പറയുക നമ്മൾ റിയാക്ട് ചെയ്യും. അത് ചിലപ്പോൾ ആ ഒരു 2-3 മിനിറ്റിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. അത് ചില ആൾക്കാർക്ക് അതൊരു ഇറിറ്റേഷൻ ആവും, അല്ലെങ്കിൽ ഒരു വിഷമാവും ഒക്കെ ആവും. പക്ഷേ നമ്മളത് അപ്പോൾ തന്നെ കാരണം ഈ സ്നേഹമുള്ളിടത്തുള്ളൂ എന്താ പറയുക കലഹങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം ഒരിക്കലും ആരോടും ഒരു വെറുപ്പ് കൊണ്ടെടുക്കാം. അദ്ദേഹം പറയാനുള്ള കാര്യം അദ്ദേഹം ആരുടെ മുഖത്തെങ്കിലും മുഖത്തടിച്ച് പോലെ പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് കേട്ട്. കാരണം അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ നല്ലത് മാത്രമാണ് കേട്ടുള്ളൂ. ഈ അഹങ്കാരമാണ് അതൊന്നും ഇപ്പോൾ ആരും പറഞ്ഞു. കാരണം അദ്ദേഹം കുട്ടികളോടൊക്കെ ഒരു പെരുമാറുന്ന രീതി കണ്ടാൽ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ സംഭവം 3-4 മാസമായിട്ട് മൂപ്പരാളില്ലാത്തതിൻ്റെ ഒരു കുറവ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തമുണ്ട്. ഇപ്പോൾ അമ്മയുടെ ഷോ നടന്നു. ഈ ഷോ നടന്നപ്പോൾ പുള്ളി ഇല്ലാത്തതിൻ്റെ കുറവ് നല്ലോണം അറിഞ്ഞു. കാരണം ഒരു ഫോട്ടോ ഒരു ട്രെൻഡിങ് ആയിരുന്നു. മറ്റേത് അവിടെയുള്ള സ്റ്റാർസൊക്കെ അദ്ദേഹത്തോട് കൂടി ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം അങ്ങോട്ട് വ്യാപിപ്പിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വൈറലാകും. അല്ലെങ്കിൽ യൂട്യൂബിലായാലും ഷോർട്സിലായാലും എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വന്നൊരു പ്രത്യേക ഓറയാണ്, മറ്റുള്ളവരൊക്കെ ഒന്ന് സൈഡായി പോകും. അത് സംശയമുള്ളവർ ഒന്ന് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. മൂപ്പരാൾ വരുമ്പോൾ ഒരു പ്രത്യേക ഓറയാണ്, എന്താ പറയുക ഒരു പ്രത്യേക ഒരു ലൈറ്റ്, ഒരു പ്രകാശം നമുക്ക് പരത്തുക. ഇത് ഞാനൊരു വെറുതെ തള്ളി മറിക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം നമ്മളൊരു നോക്കിക്കാണുന്ന രീതിയാണ് പറഞ്ഞത്. ഇതിന് സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക, ഈ പറഞ്ഞത് വെറും തള്ള അങ്ങനെ. പക്ഷേ ഒരുവിധം ഒരു 99% ആൾക്കാർക്കും ഇതന്നെ ആവും അനുഭവം. പക്ഷെ പല ആളുകളും പറയാൻ മടിക്കുന്നൊരു സംഭവം. പിന്നെ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കും ചിലവർ. പക്ഷെ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സന്തോഷം കൂടി ഇതിൽ ഒരു പങ്ക് വെക്കുന്നു എന്നുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ചിലപ്പോൾ പണിക്കും തുരത്തിനും പോവാത്ത ആൾക്കാരെയൊക്കെ ഇതിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരോട് കൂടി ഒന്ന് പറയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം, ആഗ്രഹവും, സന്തോഷവും, ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് മാക്സിമം എല്ലാവരും ഒന്ന് എത്തിക്കുക. ഓക്കെ, ശരി എന്നാൽ.